Welcome back. This is our story. It used to be Green Ones by Patricia Grace. In the last class, we have discussed that the children were ashamed of their mother due to her driving the old car and the way she used to go for shopping, letting her mates and relatives know that she is coming and purchasing whatever they want from the stores and giving or throwing back to them on the way back. See here, this is the part 4 in the story. So on Wednesdays, the children started walking home from school, and in this story, the children says that boys didn't like having to walk home, but girls don't mind walking home from school because their new teacher, Mr. Hadley, also used to walk home from the school. And according to girls, the new teacher, Mr. Hadley, was a really neat person. Page number 98. But one day it had to happen when I heard the honking and the tooting behind me. I wished that a hole would appear in the ground, that I would fall in it and disappear forever. As Mom came near, she started smiling and waving and yelling her head off. Anyone wants a ride? She yelled. They will have to run and jump in. അപ്പോൾ എന്താ പറയണേ, ഒരു ദിവസം അത് സംഭവിച്ചു. എന്തേ? അതായത് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് നടന്നു വരികയാണെങ്കിലോ വീട്ടിലേക്ക്, അപ്പോൾ അമ്മ ഇങ്ങനെ ഹോണടിച്ച് വരുന്ന സൗണ്ട് ഇവർ കേട്ടു. കുട്ടികൾ അവരുടെ ബാക്കിൽ നിന്നാണ് അമ്മ വരുന്നത്. അപ്പോൾ ഇവർ കുട്ടികൾക്കാകെ ഷെയിമായിട്ട് ഇപ്പോൾ ഒരു കുഴി എന്താ പറയുക, ഒരു എന്തുണ്ടാവില്ല, ഗർത്തുണ്ടായിട്ട് അതിലൊന്ന് ആണ്ട് പോയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു പോലും നമ്മളെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ. അങ്ങനെ കുട്ടികൾ, the children wished that a hole would appear in the ground and that they would fall in it and disappear forever. അപ്പോൾ അവർ ഒരിക്കലും അപ്രത്യക്ഷമായിരുന്നെങ്കിൽ, അതായത് അവിടുന്ന് ഒരു കുഴി ഉണ്ടായിട്ട് അതിലേക്കൊന്ന് വീണ് പോയി അങ്ങനെ ആണ്ട് പോയിരുന്നെങ്കിൽ എന്ന് കുട്ടികൾ ആഗ്രഹിച്ചു പോകണം. അത്രയും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അങ്ങനെ അമ്മ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അവർക്ക് ഷെയിമാണ് അതുകൊണ്ട്. As Mom came near, she started smiling and waving and yelling her head off. അപ്പം അമ്മ അടുത്ത് വരുന്തോറും അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ അങ്ങനെ കൈ അണിച്ചാണ്ടൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയാണ്ട് ചിരിച്ചാണ്ടൊക്കെ ആൾ വരുന്നുണ്ട്, തലയാട്ടിയിട്ടൊക്കെ എല്ലാവരോടും. അപ്പോൾ മറ്റുള്ളവരോട് എന്താ ചോദിക്കണം അമ്മ വരുന്ന വഴിക്ക്? എനിവൺ വാണ്ട്സ് എ റൈഡ്? ആർക്കെങ്കിലും കയറണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ആർക്കെങ്കിലും വണ്ടി കയറണമെന്ന് ചോദിക്കുന്നുണ്ട്. ഷിയാൾഡ്. ദേ വിൽ ഹാവ് ടു റൺ ആൻഡ് ജമ്പ് ഇൻ. ആർക്കെങ്കിലും കയറണം എന്നുണ്ടെങ്കിൽ ഓടിച്ച് ഒന്ന് ചാടി കയറിക്കോളി എന്നാണ് പറയുന്നത്. We all turned our heads the other way and hoped Mr. Hadley wouldn't notice the car with our mother in it, and her yelling and tooting and the brim of her hat jumping up and down. But instead, Mr. Hadley took off after the car and leapt in over the back seat on the top of the shopping. Oh, the shame. Here in this paragraph, what did the children say? കുട്ടികൾ എന്താ വിചാരിക്കണേ, നമ്മൾ അടുത്ത അമ്മ എത്തിയപ്പോൾ ഇവർ വേഗം മുഖം തിരിക്കുകയാണ്. ഞങ്ങൾ ആരുമല്ല, അല്ലെങ്കിൽ എന്താ അമ്മ പോയിക്കോട്ടെ എന്നുള്ള മട്ടിൽ ഇങ്ങനെ മുഖം തിരിച്ച് തല തിരിക്കുകയാണ് ചെയ്യുന്നത് അവർ. പിന്നെ അവർ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു എന്ത്, ആ ന്യൂ ടീച്ചർ ഉണ്ടല്ലോ മിസ്റ്റർ ഹാഡ്ലി, അയാൾ ഞങ്ങളെ അമ്മ വണ്ടി ഓടിച്ചു പോകുന്നത്, ആ കാറിലുള്ളത് ശ്രദ്ധിക്കാതിരിക്കണേ എന്നിങ്ങനെ കുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹർ യെല്ലിങ് ആൻഡ് ടൂട്ടിങ് ആൻഡ് ദ ബ്രിം ഓഫ് ഹർ ഹാപ്പ്. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മ ഉണ്ടാക്കുന്ന സൗണ്ട്, അതുപോലെ ഹോൺ അടിക്കുന്ന സൗണ്ട്, അതുപോലെ അമ്മ വെച്ചിട്ടുള്ള ഹാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബ്രിം പറയുമ്പോൾ സൈഡ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ താന്നിട്ടും പൊങ്ങിയിട്ടും ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങി പൊങ്ങിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വീഴുമല്ലോ, അങ്ങനെ ലൂസായി നിൽക്കുന്നുണ്ട്. എനിവേ, ബട്ട് ഇൻസ്റ്റെഡ് മിസ്റ്റർ ഹാഡ്ലി ടുക്ക് ഓഫ് ആഫ്റ്റർ ദ കാർ and leapt in over the back seat on the top of shopping. Oh, the shame. അപ്പോൾ ആരെങ്കിലും എനിവൺ വാട്ട്സ് എ റൈഡ് എന്നുള്ളത് അമ്മ ചോദിച്ച സമയത്ത് ഹാഡ്ലി സാർ എന്താ ചെയ്തത്?
ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം നോട്ടീസ് ചെയ്യൂല എന്നാണ് കുട്ടികൾ ശ്രദ്ധിച്ചത്, അങ്ങനെയാണ് ചിന്തിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ സാർ എന്ത് ചെയ്തു, വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ട് ചാടി കയറി. took off after the car and leapt in over the back seat. അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടല്ലോ വണ്ടിയിൽ, അതിൻ്റെ മുകളിൽ പോയിട്ടാണ് ഇരുന്നത് വണ്ടി കയറിയിട്ട്. the shame. Okay, then next paragraph. But then one day something happened that changed everything. We arrived home to find Dad in his best clothes, walking round and grinning. And not doing anything like getting the cows in, or mending a gate, or digging a drain. We said, "What are you laughing at, Dad? What are you dressed up for?" "Hey, Mom, what's the matter with Dad?" അപ്പോൾ എന്താണ്, പക്ഷേ ഒരു ദിവസം എന്തോന്ന് സംഭവിച്ചു. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മാറി എന്നാണ് പറയുന്നത്. ചേഞ്ച്ഡ് എവറിത്തിങ്. സംതിങ് ഹാപ്പൻഡ് ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. അവർ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് എന്താ കാണുന്നത്, ഡാഡിനെ കാണാൻ. ഡാഡിനെ ഇവർ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ കണ്ടു. എങ്ങനെയാണ് കണ്ടത്, അച്ഛൻ ഡാഡുള്ളത് നല്ല അടിപൊളി ക്ലോത്ത്സൊക്കെ, നല്ല ബെസ്റ്റ് ക്ലോത്ത്സിലൊക്കെയാണ് ആൾ ഉള്ളത്, ഡാഡ്. വാക്കിംഗ് റൗണ്ട് ആൻഡ് ഗ്രിന്നിങ്. അപ്പോൾ ആ കൂടെ ഇങ്ങനെ നടക്കണമുണ്ട്, അതുപോലെ നല്ല എന്താ പറയുക, ചിരിക്കൂലേ. ഗ്രിന്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൈലിങ്, അങ്ങനൊരു ഇത്. And not doing anything like getting the cows in, or mending a gate, or digging a drain. We said, "What are you laughing at, Dad?" അപ്പോൾ അച്ഛനങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്, ബെസ്റ്റ് ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ട്, അങ്ങോട്ടുകൊണ്ട് നടക്കുന്നൊക്കെ ഉണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പന്തികേട്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്. നോട്ട് ഡൂയിങ് എനിത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഈ കൗഷെട്ട് ഉണ്ടായിരുന്നല്ലോ ഇവർക്ക്. അപ്പോൾ പശുക്കളെ അകത്തേക്ക് ആക്കിയിട്ട് ഗേറ്റ് മെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ വേസ്റ്റ് ഡ്രെയിൻ ചെയ്ത്, അവിടുത്തെ എന്താ പറയുക, കൗഷെട്ടിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വേസ്റ്റൊക്കെ. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്യുക, അങ്ങനെയൊന്നും ആൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പണികളൊന്നും ആൾ എടുക്കുന്നില്ല. അപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറുള്ള യൂഷ്വൽ റൂട്ടീനാണ് അതൊന്നും ചെയ്യുന്നില്ല ആൾ. വി said, "What are you laughing at, Dad?" എന്താ ഡാഡ് ഇങ്ങനെ ലാഫ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. "What are you dressed up for?" നിങ്ങളിപ്പോൾ എന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉള്ളത് എന്ന് ചോദിക്കുന്നത്. "Hey Mom, what's the matter with Dad?" അപ്പോൾ അമ്മയെ വിളിച്ച് ചോദിക്കുക, എന്താണ് അച്ഛനെന്താ പറ്റിയേ. "Your dad's a rich man," she said. "Your dad has just won $50,000 in a lottery." See, this is important in the story. Here, their dad, the children's dad, got or won $50,000 in a lottery. That's why their mother said that their dad is a rich man now. At first, we couldn't believe it. Then we all began running around and laughing and yelling and hugging Dad and Mom. "We can have shoes and bags," we said. "New clothes and swimming togs and proper apples and pears." ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ കുട്ടികൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ലോട്ടറി അടിച്ചോ, സമ്പന്നരായിപ്പോൾ, ഇതുവരത്തെ ലൈഫൊക്കെ മാറി എന്നുള്ള ഒരു കാര്യം ഇവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. They didn't believe it. The children couldn't believe it at first. Then the children all began running around and laughing together, hugging each other and hugging their mom and dad. അപ്പോൾ അവർ സന്തോഷത്തിൽ ഓടി കളിക്കുന്നുണ്ട്, അതുപോലെ ചിരിക്കുന്നു. പിന്നെ അമ്മയും അച്ഛനൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കുട്ടികൾ. "We can have shoes and bags," we said. "New clothes and swimming togs and proper apples and pears." അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ അതൊക്കെ മാറി. ഇനി എന്താണ്, ഞങ്ങൾക്ക് ഷൂസ് ഉണ്ടാവും, ബാഗ്സ് ഉണ്ടാവും, ഞങ്ങൾക്ക് നല്ല പുതിയ ക്ലോത്ത്സ്, സ്വിമ്മിങ് ടോഗ്സ് കിട്ടും. അതുപോലെ എന്താ പറയുക, പഴുപ്പ് ഏറിയിട്ടുള്ള ഓവർ റൈപ്പൺ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് അല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോപ്പർ ആപ്പിൾസ് ആൻഡ് പിയേഴ്സൊക്കെ ഇനി കഴിക്കാൻ കിട്ടും എന്നൊക്കെയുള്ള ആ ഒരു ഹാപ്പിനെസ്സാണ് അവർ കാണിക്കുന്നത്. Their excitement by knowing that their
Dad won a $50,000 in a lottery. Then do you know what Dad said? Dad said, Mom can have a new car. So Dad said Mom can have a new car. This really astounded and amazed us. We went numb with excitement for 5 minutes and then began hooting and shouting again and knocking Mom over. So അമ്മ ഇവിടെ എന്താ പറയണേ, കുട്ടികൾ പറയാണ് സ്റ്റോറിയിൽ. ദെൻ ഡു യു നോ വാട്ട് ഡാഡ്, അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? അച്ഛൻ പറഞ്ഞു Mom can have a new car. അപ്പോൾ അച്ഛൻ്റെ തീരുമാനം എന്താണ്? Their dad's decision is to buy their mom a new car. So നമുക്കൊരു പുതിയ കാർ വാങ്ങുന്നുണ്ട്. This really astounded and amazed us. So ഇത് അവർക്കൊരു സർപ്രൈസ്ഡ് ആയി. The children became surprised and that amazed them. We went numb with excitement for 5 minutes that then began hooting and shouting again and knocking Mom over. അപ്പോൾ നമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാൻ പറ്റാതായി എന്നറിയില്ല. അങ്ങനെ ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരു അത്രയും എക്സൈറ്റഡ് ആയി എന്നുള്ള കുട്ടികൾ ഫോർ 5 minutes. ആൻഡ് അതിനുശേഷം വീണ്ടും അവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുക. അമ്മയെ പോയിട്ട് കെട്ടി പിടിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു ആഹ്ലാദ പ്രകടനങ്ങൾ. A new car? Get us a Packard, Mom, or Eddie Soto. Yes, get this, get that. Yeah, ഇവർ ലോട്ടറി അടിച്ചെന്ന് കണ്ടപ്പോൾ കുട്ടികൾ ഓരോന്നിന് അങ്ങനെ പറയണം. A new car, നമ്മൾ ഇനി ന്യൂ കാർ വാങ്ങണം. ഇറ്റ് ഈസ് എ പക്കാർഡ് ഡി സോട്ടോ. ഇതൊക്കെ മലയാളി ലാംഗ്വേജാണ്. അപ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളിങ്ങനെ ശല്യപ്പെടുത്തണം. Well, Mom bought a big shiny green Chevrolet and Dad got a new cowshed with everything modernized and water gushing everywhere. We all got our new clothes and shoes, bags, dogs, and we even started taking posh lunches to school. Sandwiches cut in triangle, bottles of cordial, crisp apples and pears, and yellow bananas. അപ്പോൾ അമ്മ വാങ്ങിയത് എങ്ങനെയാണ്? ബിഗ് ഷൈനി ഗ്രീൻ ഷെവ്റോലെറ്റ്. അപ്പോൾ ഇനി അവർ പുതിയ കാർ വാങ്ങിയല്ലോ, അതിൻ്റെ കളറ് ഗ്രീനാണ് കേട്ടോ. ദാറ്റ്സ് വൈ ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്നുള്ള ടൈറ്റിൽ ശ്രദ്ധിച്ചോ. അപ്പോൾ അവർ വാങ്ങിയത് ഗ്രീൻ ഷെവ്റോലെറ്റാണ് അമ്മക്ക് വാങ്ങിയത്, ഒരു ബിഗ് ഷൈനി ഗ്രീൻ ഷെവ്റോലെറ്റ്. ആൻഡ് ഡാഡ് എന്ത് വാങ്ങില്ല, അവരുടെ കൗഷഡ് എന്ത് ചെയ്തു? മോഡേണൈസ്ഡ് ആക്കി. ന്യൂ കൗഷഡ് വിത്ത് എവറിത്തിങ് മോഡേണൈസ്ഡ്. ആൻഡ് അവിടെ നല്ല അതായത് വെള്ളത്തിൻ്റെ ലഭ്യത ഒക്കെ വളരെയധികം നല്ലോണം വെള്ളം വരുന്ന രീതിയിലൊക്കെ മോഡേണൈസ്ഡ് ആക്കി എവ്രിവെയർ. വി ഗോട്ട് അവർ ന്യൂ ക്ലോത്ത്സ്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ നല്ല ക്യാഷൊക്കെ വന്നല്ലോ. ദേ ബിക്കേം റിച്ച്. ദാറ്റ്സ് വൈ ദേ ഗോട്ട് ന്യൂ ക്ലോത്ത്സ്, ഷൂസ്, ബാഗ്, ടോഗ്സ് പറയുമ്പോൾ സ്വിമ്മിങ് ക്ലോത്ത്സ്. ആൻഡ് വി ഈവൻ സ്റ്റാർട്ടഡ് ടേക്കിംഗ് പോഷ് ലഞ്ചസ് ടു സ്കൂൾ. പോഷ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, കേമമായിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറയില്ല, അതായത് നല്ല റിച്ച് ആയിട്ടുള്ള അവർ കഴിക്കുന്ന ഫുഡ്, അങ്ങനത്തെ ലഞ്ചസാണ് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ട് തുടങ്ങിയത്. അതിന് ശേഷം സാൻഡ്വിച്ചസ് കട്ട് ഇൻ ട്രയാങ്കിൾ. സോ അവരുടെ ലഞ്ച് സാൻഡ്വിച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ ബോട്ടിൽസ് ഓഫ് കോർഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വാഷാണ്, ഒരു ഡ്രിങ്കാണ്. പിന്നെ ക്രിസ്പ് ആപ്പിൾസ് ആൻഡ് പിയേഴ്സ് ആൻഡ് യെല്ലോ ബനാനാസ്, ഇതൊക്കെ അവർ ലഞ്ചിന് സ്നാക്സൊക്കെ ആയിട്ട് കൊണ്ടുപോകായിരുന്നു. And somehow all of us kids changed. We started acting like we were somebody instead of ordinary like before. We used to whine to Dad for money to spend and he would always give it to us. Every week we would nag Mom into taking us into the pictures, or if she was tired we would go ourselves by taxi. We got flash bedspreads and a piano and we really thought we were neat. See,
while I'm reading, you can, I think, or I hope that you can understand that this is a simple story and the language also simple, so you can understand it when you hear or listen, or when you see the page. സി ഇപ്പോൾ ഇങ്ങനെ ലോട്ടറി കടിച്ചപ്പോൾ ഇങ്ങനെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികൾ ഒരുപാട് മാറിപ്പോയി എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് റിച്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു പൊങ്ങച്ചും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പൊങ്ങച്ചെന്ന് മാത്രമല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മുമ്പത്തിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, നോർമലിൽ നിന്ന് ഒരു ഓർഡിനറി ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരുപാട് സ്പെഷ്യലായി മാറുന്നുണ്ട്. വി വേർ സംബഡി ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ലൈക്ക് ബിഫോർ. മുമ്പത്തെ പോലെയല്ല, ഞങ്ങൾ കുറച്ചും കൂടി ഒരു സ്പെഷ്യലായി എന്നുള്ള, ഞങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വന്നു തുടങ്ങി. വി യൂസ് ടു വൈൻ ടു ഡാഡ്. വൈൻ WHINE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ, അപ്പോൾ നമ്മൾ ഡാഡിനെയൊക്കെ നമ്മൾ നിർബന്ധിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കൂലേ, അങ്ങനെ. സോ വി യൂസ് ടു വൈൻ ഡാഡ് ഫോർ മണി ടു സ്പെൻഡ്. ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷിന് അച്ഛനോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ചോദിച്ച് ചലഞ്ച് ചെയ്യുമായിരുന്നു. ചോദിക്കുമ്പോഴൊക്കെ ഹി വുഡ് ഓൾവേസ് ഗിവ് ഇറ്റ് ടു അസ്. ദ ഡാഡ് യൂസ്ഡ് ടു ഗിവ് ദ ചിൽഡ്രൻ ലോട്ട് ഓഫ് മണി ഫോർ ദം ടു സ്പെൻഡ്. എവറി വീക്ക് വി വുഡ് നാഗ് മാം. അപ്പോൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ അമ്മയെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ചലഞ്ച് ചെയ്യുമായിരുന്നു. നാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡിസ്റ്റർബ് ചെയ്യുക, ചോദിച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ ശല്യപ്പെടുത്തുന്നത്. Nag mom into taking us to pictures or cinemas or film, or if she was tired we would go ourselves by taxi. So അങ്ങനെ they will compel their mother for letting them or bringing them for pictures, and if she was tired they would go themselves by taxi. അപ്പോൾ അമ്മക്ക് ക്ഷീണമാണെങ്കിൽ ഞങ്ങൾ ടാക്സി വിളിച്ചിട്ട് സിനിമയ്ക്ക് പോവും. വി ഗോട്ട് ഫ്ലാഷ് ബെഡ് സ്പ്രെഡ്സ് ആൻഡ് പിയാനോ ആൻഡ് വി റിയലി തോട്ട് വി വെർ നീറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ബെഡ് സ്പ്രെഡ് കിട്ടി, അതുപോലെ പിയാനോ, അതുപോലെ. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു, ഞങ്ങൾ എന്താണ് ഭയങ്കര സഫിസ്റ്റിക്കേറ്റഡ് ആയി എന്നുള്ളത് കുട്ടികൾക്ക് തോന്നി തുടങ്ങി. അതായത് ഭയങ്കര പരിഷ്കൃതരായി, ഒരുപാട് റിച്ച് പീപ്പിളിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നപ്പോൾ they thought that they became sophisticated. So the balance of this chapter will be discussed in the next class. It is only one page for you. Okay, thank you.